എക്കാലത്തും താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന പ്രഖ്യാപനവുമായി ശശി തരൂർ MP. BJP-യിലേക്കും CPM-ലേക്കുമെല്ലാം താൻ ചേരുമെന്ന പ്രചരണം മാധ്യമ സൃഷ്ടികൾ മാത്രമാണെന്നും ശശി തരൂർ. രാഹുൽ ഗാന്ധിയെ വാനോളം പുകഴ്ത്തിയ തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നു. ആശങ്കകൾക്ക് അവസാനമായി ശശി തരൂർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും. താൻ എക്കാലത്തും കോൺഗ്രസുകാരനാണെന്ന് തരൂർ വ്യക്തമാക്കിയതോടെയാണ് വിവാദങ്ങൾക്ക് തിരശ്ശീല വീണത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളെ അംഗീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്ത് പലതവണ രംഗത്തെത്തിയ തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനകളാണ് സൃഷ്ടിച്ചത്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ നീക്കത്തിൽ കടുത്ത അസംതൃപ്തിയാണ് നിലനിൽക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും മോദിയുടെ വികസന നയങ്ങളെ വാഴ്ത്തുന്ന നിലപാട് തുടരുക തന്നെയായിരുന്നു തരൂർ. ഈ സാഹചര്യത്തിലാണ് തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുകയാണെന്ന വിധത്തിൽ പ്രതികരണങ്ങൾ ശക്തമായത്. പിന്നീടാണ് കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂരിനെ CPM-ൽ എത്തിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുവെന്ന പ്രചരണം ശക്തമായത്. പ്രമുഖ പ്രവാസി വ്യവസായിയാണ് ഇതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നതെന്ന അണിയറ വൃത്താന്തങ്ങളും ഇതിനോടകം പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ തരൂരിന്റെ അസാന്നിധ്യം വളരെയധികം ചർച്ചയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും തരൂർ BJP ക്യാമ്പിലോ ഇടതു കേന്ദ്രങ്ങളിലോ എത്തിച്ചേരുമെന്ന വിധത്തിൽ ഊഹാപോഹങ്ങളും ശക്തമായിരുന്നു. വാർത്താ ചാനലുകൾ ദിവസങ്ങളോളം ഇത് സംബന്ധിച്ച് നിറം കലർത്തിയ വാർത്തകളും മത്സരിച്ച് സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ ഈ ആശങ്കകളെയെല്ലാം അസ്ഥാനത്താക്കി താൻ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് തരൂർ പറയുന്നത്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ തരൂരിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് കടുത്ത അവഗണനയായിരുന്നു. ഇതിൽ ഇടഞ്ഞു നിന്ന തരൂരിനെ ദേശീയ നേതൃത്വം ഇടപെട്ട് സമാശ്വസിപ്പിക്കുകയായിരുന്നു. ആഗോളതലത്തിൽ ബന്ധങ്ങളും സ്വീകാര്യതയുമുള്ള ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നും മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുൻകൈയെടുത്ത് തരൂരുമായി നടത്തിയ ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിലാണ് അസ്വാരസ്യങ്ങൾ ഒഴുകിമാറിയത്. അതൃപ്തി മാറ്റിവെച്ച് രാഹുൽ ഗാന്ധി കൂടി തരൂരിനെ പുകഴ്ത്തി രംഗത്തെത്തിയതോടെ വിശ്വപൗരൻ എന്ന് കേൾവി കേട്ട ശശി തരൂർ ഇനി കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. താൻ എക്കാലത്തും കോൺഗ്രസിൽ തന്നെയാണ് ഉറച്ചു നിന്നതെന്നും തനിക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെന്ന വിധത്തിൽ വാർത്തകൾ സൃഷ്ടിച്ചത് ചില മാധ്യമങ്ങളായിരുന്നു എന്ന വിധത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ശശി തരൂർ തന്റെ നയം വ്യക്തമാക്കിയത്. മോദി സർക്കാരിനെ പുകഴ്ത്തിയിട്ടില്ല, പകരം വികസന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാറുണ്ട്. രാഹുൽ ഗാന്ധി എതിരു പറയുന്ന ഒരു കാര്യവും അംഗീകരിച്ചിട്ടില്ല. എക്കാലത്തും രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിച്ചിട്ടുമുണ്ട്. രാജ്യത്തിനു വേണ്ടി ശക്തമായ സ്വരം ഉയർത്തുന്നയാളാണ് രാഹുൽ ഗാന്ധി. വർഗീയത, ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം എന്നിവയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. ഈ വിധത്തിൽ രാഹുൽ ഗാന്ധിയെ അളവറ്റ് പുകഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നതാണ് തന്റെ നിലപാട്. പാർലമെന്റിൽ എന്നും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി സജീവമായി നിലകൊള്ളും. ഈ വിധത്തിൽ നയം വ്യക്തമാക്കിയ ശശി തരൂർ താൻ പാർട്ടി വിട്ട് മറ്റ് മുന്നണികളിൽ ചേരും എന്ന വിധത്തിലുള്ള അബദ്ധ പ്രചരണങ്ങൾ ഇനി നടത്തരുതെന്ന് മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തു തന്നെയായാലും കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള തരൂരിന്റെ പ്രഖ്യാപനം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആശ്വാസമാണ് പകർന്നിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എതിർപ്പുകൾ മാറ്റിവെച്ച് തരൂരിനെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് തരൂർ സജീവമാകുന്നത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അടിയൊഴുക്കുകൾക്കും വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ്.